जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्द राधाकान्द नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. നമുക്ക് 14-ാമത്തെ 2 ശ്ലോകങ്ങൾ 14-15 ഭാവാർത്ഥം നമ്മൾ എവിടെ നിർത്തി അവിടെ നിന്ന് വായിച്ച് മുന്നോട്ട് പോകാം. ആക്ച്വലി ഈ ഫിലോസഫി ഇവിടെ പറഞ്ഞിട്ടുള്ള ശിലപ്രഭാജി വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് തത്വങ്ങൾ പറയുകയാണ്. ആക്ച്വലി ഈ തത്വങ്ങളൊക്കെ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല വായിക്കാൻ മാത്രം കുറച്ച് നീളം കൂടുതലാണ്, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ഡിസ്കസ് ചെയ്യാൻ കൂടുതൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ എവിടെ നിർത്തി വെച്ചാൽ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. 10 ബാഹ്യേന്ദ്രിയങ്ങളും ആന്തരികേന്ദ്രിയമായ മനസ്സും ചേർന്നതാണ് ഇവിടെ വിവിധ ഇന്ദ്രിയങ്ങൾ. അപ്രകാരം 11 ഇന്ദ്രിയങ്ങളുണ്ട്. നാസ്തിക കപിലന്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രകൃതി ശാശ്വതവും സർവശക്തവുമാണ്. യഥാർത്ഥത്തിൽ ആത്മാവില്ല, ജഡപദാർത്ഥത്തിന് കാരണവുമില്ല. ജഡപദാർത്ഥം ഒന്നു മാത്രമാണ് എല്ലാറ്റിനും മുഖ്യ കാരണം. അത് സർവകാരണങ്ങളുടെയും സർവവ്യാപിയായ കാരണമാണ്. സംഖ്യാതത്വശാസ്ത്രം സമഗ്ര ശക്തിയെയും മഹത്തത്വം, മിഥ്യാഹങ്കാരത്തെയും 5 ഇന്ദ്രിയ സംവേദന വസ്തുക്കളെയും പ്രകൃതിയുടെ 7 ആവിഷ്കാരങ്ങളായി കരുതുന്നു. ഭൗതിക പ്രകൃതിക്ക് ഉപദാനമെന്നും നിമിത്തമെന്നും 2 ഭാവങ്ങളുണ്ട്. പുരുഷൻ അഥവാ ആസ്വാദകന് രൂപാന്തരീകരണമില്ല. അതേസമയം പ്രകൃതി എല്ലായ്പ്പോഴും രൂപാന്തരീകരണത്തിന് വിഷയീഭവിക്കുന്നു. എന്നാൽ ഭൗതിക പ്രകൃതി ജഡമാണെങ്കിലും അത് ജീവസത്തകൾക്ക് ആസ്വാദനത്തിനും മോക്ഷത്തിനുമുള്ള കാരണമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ സംവേദന സങ്കല്പത്തിന് അതീതമാണ്. എങ്കിലും ഒരുവന് ഉയർന്ന ബുദ്ധി കൊണ്ട് അതിനെക്കുറിച്ച് ഊഹിക്കാം. ഭൗതിക പ്രകൃതി ഏകമാണ്, പക്ഷെ ഗുണത്രയങ്ങളുടെ പരസ്പര പ്രവർത്തനം മൂലം അതിന് സമഗ്ര ശക്തിയെയും അത്ഭുതകരമായ ഭൗതിക പ്രപഞ്ചത്തെയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇவ்விധമുള്ള ശക്തി പരിണാമങ്ങൾ ഭൗതിക പ്രകൃതിയെ നിമിത്ത കാരണം, ഉപദാന കാരണം എന്നിങ്ങനെ 2ആയി തിരിക്കുന്നു. പുരുഷൻ നിഷ്ക്രിയനും നിർഗുണനുമാണ്. അതേസമയം തന്നെ അദ്ദേഹം ഓരോ ശരീരത്തിലും ജ്ഞാനത്തിന്റെ ചിഹ്നമായി നിലകൊള്ളുന്ന യജമാനനാണ്. ഭൗതികമായ ഉപദാന കാരണത്തെ അറിയുന്നതിലൂടെ പുരുഷൻ അഥവാ ആസ്വാദകൻ നിഷ്കർമ്മിയാകയാൽ വാസ്തവത്തിൽ എല്ലാ
ആസ്വാദനങ്ങളിലും ഭൗതിക ശക്തിയുടെ മേൽനോട്ടങ്ങളിലും നിന്ന് പുരുഷൻ അകന്നു നിൽക്കുന്നുവെന്ന് അനുമാനിക്കാൻ കഴിയും. സാഖ്യ തത്വശാസ്ത്രം പ്രകൃതിയുടെയും ഭൗതിക പ്രകൃതി പുരുഷന്റെയും ആസ്വാദക സ്വഭാവം വിവരിച്ചതിന് ശേഷം അവരുടെ സംയോജനത്തിന്റെ അഥവാ സാമീപ്യത്തിന്റെ ഒരു ഉത്പന്നം മാത്രമാണ് സൃഷ്ടിയെന്ന് ഉറപ്പിച്ചു പറയുന്നു. അത്തരം സംയോജനത്താൽ ഭൗതിക പ്രകൃതിയിൽ ജീവന്റെ ലക്ഷണങ്ങൾ ദൃശ്യമാകുന്നു. എന്നാൽ പുരുഷനിൽ നിയന്ത്രണത്തിന്റെയും ആസ്വാദനത്തിന്റെയും ശക്തികളുണ്ട്. പുരുഷൻ ജ്ഞാനത്തിന്റെ അപര്യാപ്തത മൂലം വ്യാമോഹിതനാകുമ്പോൾ താൻ സ്വയം ആസ്വാദകനാണെന്ന തോന്നലുണ്ടാകുന്നു. അയാൾ പൂർണ്ണ ജ്ഞാനത്തിലാകുമ്പോൾ മുക്തനുമാകുന്നു. സാഖ്യ തത്വശാസ്ത്രത്തിൽ പുരുഷൻ എല്ലായ്പ്പോഴും പ്രകൃതിയുടെ കർമ്മങ്ങളിൽ ഉദാസീനമായി വിവരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇനി വായിക്കണോ പ്രഭുജി? ഓക്കെ, ഇപ്പം ഇവിടെ പറഞ്ഞത് എന്താണ്? എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? യെസ്. ഇവിടെ ഇന്ദ്രിയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപദാനം നിമിത്തം എന്ന ഭൗതിക പ്രവൃത്തിക്ക് 2 ഭാവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഇന്ദ്രിയങ്ങളെ കുറിച്ച് 5 ഇന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും മനസ്സും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൂടുതൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. സാഖ്യ തത്വം അനുസരിച്ച് 24 മൂലകങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പറയുന്നതും 2 കാരണങ്ങളെക്കുറിച്ച് പറയുന്നു അല്ലേ? നൈമിത്തിക, പിന്നെന്താണ്? എന്തൊക്കെയാണ് 2 കാരണങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ ഉൽപാദമെന്നും ഉപാദാന കാരണം, നിമിത്ത കാരണം, നിമിത്ത കാരണം, ഉപാദാന കാരണം, ഉപാദാനമെന്നും. അപ്പോൾ അതിൻ്റെ 2ൻ്റെ അർത്ഥം എന്താണ്? നിമിത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക, അത് തന്നെ, ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ അതായത് ഒന്ന് ആത്മീയ തലത്തിലുള്ളത്, ഒന്ന് ഭൗതിക തലത്തിലുള്ള കാരണങ്ങൾ. ഇപ്പോൾ പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും ഒക്കെ അതിനെക്കുറിച്ചുള്ള അതിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്ന്, അത് നമുക്കറിയാം ഭൗതികമാണ് എന്നുള്ളത്. 2, ഇതെല്ലാം ഇതിൻ്റെ പുറകിൽ ഒരാളുണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഇത് വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ് എന്നുള്ളത്, ഭഗവാന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും ഭൗതികമാണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും അത് എവിടെ നിന്ന് വന്നു? അത് ഭഗവാനിൽ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിന് പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. ഇതൊന്നും ഒരു സൃഷ്ടിയും നടക്കുന്നില്ല. എല്ലാ മൂലകങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവാനാണ്. പക്ഷേ അതിൻ്റെ ഫങ്ഷൻ വരുമ്പോൾ അത് ഭൗതിക തലത്തിലാണെന്ന് മാത്രം അല്ലേ? നമ്മൾ പറയും ഇന്ദ്രിയങ്ങൾ ഭൗതികമാണ്, മനസ്സും ഭൗതിക തലത്തിലാണെന്ന് പറയുന്നു. പക്ഷേ ഇതെവിടെ നിന്ന് വന്നു? ഇതേതെങ്കിലും ശാസ്ത്രജ്ഞൻ നിർമ്മിച്ചിട്ടുള്ളതാണോ? അല്ല. അതിൻ്റെ പുറകിൽ പരമപുരുഷനുണ്ട്, അല്ലെങ്കിൽ മഹാപുരുഷനുണ്ട്, ഭഗവാനുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ മുന്നോട്ട് പറയുന്നു, സാഖ്യ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? പ്രകൃതി, പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതി. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൗതിക പ്രകൃതി എൻജോയ് ചെയ്യുന്ന ആള്, ആസ്വദിക്കുന്ന ആള് അല്ലേ? അപ്പോൾ നമ്മളിത് ഭഗവത്ഗീതയിൽ 13ാമത്തെ അധ്യായത്തിൽ പഠിച്ചോ? എവിടെ വായിച്ചത് ഈ അടുത്ത്? പുരുഷൻ, അതെ, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പുരുഷനുണ്ട്. ഒന്ന് പരമപുരുഷൻ, അത് ഭഗവാൻ. 2 നമ്മളെയും പുരുഷൻ എന്ന് ചില സാഹചര്യങ്ങളിൽ ചില കോണ്ടെക്സ്റ്റിൽ വിളിക്കും
കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആസ്വദിക്കുന്ന ആൾക്കാരായതുകൊണ്ട്. ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കുന്നവരെ പുരുഷൻ എന്ന് പറയുന്നു. എന്നാൽ പരമപുരുഷൻ ഭഗവാനാണ്. ശരിക്കും ഭോക്താറാം യജ്ഞതപസാം സർവ്വലോകമഹേശ്വരം, എല്ലാത്തിൻ്റെയും ഭോക്ത ഭഗവാനാണ് ശരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ ഇടയിലുള്ള ഭഗവാന്റെ സ്ഥാനം കളഞ്ഞ, അല്ലെങ്കിൽ ഭഗവാൻ എൻജോയ് ചെയ്യണതിന് പകരം നമ്മളെ ഇടയിലൂടെ, അതായത് ശരിയായിട്ടുള്ള എൻജോയ്മെൻ്റ് അല്ല, ഭഗവാൻ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹം. അപ്പോൾ ഭൗതിക ലോകത്തിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഈ ഭൗതിക പ്രകൃതിയെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നമ്മളെയും പുരുഷൻ എന്ന് പറയും ഇടയ്ക്ക്. എന്നാൽ പരമപുരുഷൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ ചില വാക്കുകൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ പറയാറുണ്ട്. പുരുഷ എന്നുള്ളത്, പ്രധാന പുരുഷ എന്ന് പറയുന്നത് ഭഗവാനാണ്. പുരുഷൻ എന്ന് ചില കോണ്ടെക്സ്റ്റിൽ വിളിക്കുന്നത് നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കളെയാണ്. അതേപോലെ പല വാക്കുകൾ ഇതുപോലെ മാറിത്തിരിഞ്ഞ് വരുന്നത് കാണാം ശാസ്ത്രങ്ങളിൽ. ഒരേ വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇനി മുന്നോട്ട് വായിച്ചോളൂ. അതിന്റെ കണ്ടിന്യൂഷൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. യെസ്. സാങ്ക്യദാർശനികൻ 3 തരത്തിലുള്ള പ്രമാണങ്ങൾ സ്വീകരിക്കുന്നു. പ്രത്യക്ഷത്തിലുള്ള ഇന്ദ്രിയ സംവേദനം, അനുമാനം, ആധികാരിക പരമ്പരാ സമ്പ്രദായം. അത്തരം പ്രമാണങ്ങൾ പൂർണ്ണമായിരുന്നാൽ എല്ലാം പരിപൂർണമാകുന്നു. താരതമ്യ പഠനം എന്ന പ്രക്രിയ അത്തരം പരിപൂർണതയ്ക്കുള്ളിലാകുന്നു. ഇപ്രകാരമുള്ള പ്രമാണങ്ങൾക്ക് ഉപരിയായി വേറെ തെളിവുകളൊന്നും ഇല്ല തന്നെ. നേരിട്ടുള്ള ഇന്ദ്രിയ സംവേദനവും ആധികാരികമായ പരമ്പരാഗത ശബ്ദ പ്രമാണവും സംബന്ധിച്ച് അധികം വിവാദമില്ല. സാങ്ക്യ തത്വശാസ്ത്രം ഭൗതിക സൃഷ്ടിയുടെ കാരണങ്ങളായി 3 പ്രക്രിയകളെ ചൂണ്ടിക്കാട്ടുന്നു. പരിണാമാത് രൂപാന്തരീകരണം, സമന്വയാത് ക്രമീകരണം, ശക്തികളുടെ പ്രകടനം. ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ തന്റെ വേദാന്ത സൂത്ര വ്യാഖ്യാനത്തിൽ ഈ സാങ്ക്യ നിർണയത്തെ വ്യർത്ഥമാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭൗതിക സൃഷ്ടിയുടെ കാരണങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇവയുടെ അടിത്തറ ഇളക്കുന്നത് മുഴുവൻ സാങ്ക്യ തത്വശാസ്ത്രത്തെയും ദുർബലപ്പെടുത്തുമെന്ന് അദ്ദേഹം കരുതുന്നു. ഭൗതികവാദികളായ തത്വശാസ്ത്രജ്ഞർ ദ്രവ്യത്തെ സൃഷ്ടിയുടെ സമർത്ഥ കാരണമായും ഉപാധി കാരണമായും സ്വീകരിക്കുന്നു. അവരെ സംബന്ധിച്ച് എല്ലാത്തരം സൃഷ്ടിയുടെയും കാരണം ജഡപദാർത്ഥമാണ്. അവർ സാധാരണയായി കുടത്തിന്റെയും കളിമണ്ണിന്റെയും ഉദാഹരണം നൽകുന്നു. കളിമണ്ണ് മൺകുടത്തിന്റെ കാരണമാണ്, പക്ഷേ കളിമണ്ണിനെ കാരണമായും ഫലമായും കാണാൻ കഴിയും. മൺകുടം ഫലവും കളിമണ്ണ് കാരണവുമാണ്, പക്ഷേ കളിമണ്ണ് രണ്ടിലും ദൃശ്യമാണ്. ഒരു വൃക്ഷം ജഡദ്രവ്യമാണ്, പക്ഷേ വൃക്ഷം ഫലം ഉൽപ്പാദിപ്പിക്കുന്നു. ജലവും പദാർത്ഥമാണ്, പക്ഷേ ജലം ഒഴുകുന്നു. ഈ വിധത്തിൽ ജഡപദാർത്ഥം ചലനങ്ങളുടെയും ഉൽപാദനത്തിന്റെയും കാരണമാണെന്ന് സാങ്ക്യന്മാർ പറയുന്നു. ആ നിലയ്ക്ക് ജഡപദാർത്ഥത്തെ ഭൗതിക സൃഷ്ടിയിലെ എല്ലാറ്റിന്റെയും സമർത്ഥവും ഉപാദാനവുമായ കാരണമായി കണക്കാക്കണം. ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ അതിനാൽ പ്രധാന ശക്തിയുടെ സ്വഭാവം താഴെ കൊടുത്തിട്ടുള്ളതുപോലെ വ്യക്തമാക്കിയിരിക്കുന്നു. വായിക്കണം പ്രഭു. സാങ്ക്യ ഫിലോസഫി പ്രകാരം എന്താണ് പറയുന്നത്? ഇവിടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. കളിമണ്ണും മൺകലവും അല്ലേ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് കാരണം ആവുന്നു, മറ്റേത് അതിൻ്റെ എഫക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആവുന്നു അല്ലേ. ഇപ്പോൾ കളിമണ്ണിൽ നിന്നാണ് കലം ഉണ്ടാവുന്നത്, മൺകലം ഉണ്ടാവുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ വേറെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ സാങ്ക്യ ഫിലോസഫി പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വായിച്ചത്? ഭൗതിക സൃഷ്ടിയുടെ കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ജഡപദാർത്ഥങ്ങളാണ് എല്ലാത്തരം സൃഷ്ടിയുടെയും കാരണം. അതെ, അങ്ങനെ ആണ് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. അപ്പോൾ അതിനെ ബലദേവ് വിദ്യാഭൂഷൺ ഇവിടെ ക്ലിയർ ചെയ്യുന്നു താഴെ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ ബാക്കി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൗതിക പ്രകൃതി നിർജീവമാണ്. അതിനാൽ അതിന് സമർത്ഥമോ ദ്രവ്യപ്രദായകമോ ആയ രീതിയിൽ ജഡശക്തിക്ക് കാരണമായിരിക്കാൻ കഴിയില്ല.
ഭൗതിക സൃഷ്ടിയുടെ അത്ഭുതകരമായ ക്രമീകരണവും കാര്യനിർവഹണവും കാണുമ്പോൾ അതിനു പിന്നിൽ സജീവമായ ഒരു മസ്തിഷ്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പൊതുവെ കരുതപ്പെടുന്നു. കാരണം അങ്ങനെ ഒരു മസ്തിഷ്കം ഇല്ലാത്ത ഇത്തരമൊരു സജ്ജീകരണത്തിന് നിലനിൽക്കാനാവില്ല. അവബോധമുള്ളൊരു നിയന്താവിനെ കൂടാതെ ഇത്തരമൊരു സജ്ജീകരണത്തിന് നിലനിൽക്കാനാവുമെന്ന് ആരും സങ്കല്പിക്കരുത്. നിശ്ചേതനമായ ഇഷ്ടികകൾക്ക് സ്വയം ഒരു കെട്ടിടം നിർമ്മിച്ചുകൂടാനാവില്ലെന്ന് നമുക്ക് പ്രായോഗിക അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. മൺകുടത്തിന്റെ ഉദാഹരണം സ്വീകരിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ മൺകുടത്തിന് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രത്യക്ഷ ബോധമില്ല. എന്നാൽ അത്തരം പ്രത്യക്ഷ ബോധം നമ്മുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആവരണമായ ശരീരത്തിന് സമാനമായ മൺകുടത്തിന്റെ ഉപമ ഇതിനോട് ഏകകാലത്ത് പൊരുത്തപ്പെടാൻ കഴിയാതാകുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ നേരത്തെ പറഞ്ഞ സാഖ്യ ഫിലോസഫി അനുസരിച്ച് അവർ പറയുമ്പോൾ പല ഇൻ്റർപ്രിട്ടേഷൻ വരുന്നു അല്ലേ. ഇപ്പോൾ അതായത് ഈ ഭൗതിക സൃഷ്ടിയുടെ കാരണം, അതിനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്? മാറ്റർ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിൽ സ്പിരിച്വലായിട്ടുള്ള ഒന്നും ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ ബലദേവ് വിദ്യാഭ്യാസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതിന് കാരണമാവാൻ സാധിക്കില്ല. സാഖ്യ പറയുന്നു കാരണമാണ് എന്ന് പറയുന്നു. എല്ലാത്തിൻ്റെയും കാരണം ഇത് തന്നെയാണ്. അതായത് ഈ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു കാണുന്നതെല്ലാം മെറ്റീരിയൽ മാനിഫെസ്റ്റേഷനാണ്, അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള കാരണത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ശില ബലദേവ് വിദ്യാഭൂഷൺ അവിടെ പറയുന്നത്. അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. ഭഗവാൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു ശക്തി ഇല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ളതെല്ലാം ജഡമാണ്. അതിനൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജഡവസ്തുവാണ്, വെറും ജഡമാണ്. എന്നാൽ എങ്ങനെയാണ് അത് ആക്റ്റീവ് ആവുന്നത്? ഭഗവാന്റെ പ്രസൻസ് വരുമ്പോഴാണ് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടു, ഭഗവാന്റെ ദൃഷ്ടിയിലൂടെ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദൃഷ്ടിയിൽ നിന്നാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ ഇതെല്ലാം ജഡമായിട്ടിരിക്കും അല്ലേ. ഈ മൂലകങ്ങളൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചു. അപ്പോൾ മൂലകങ്ങൾ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, മൂലകത്തെ ഭഗവാനിൽ നിന്ന് മാറ്റിവെച്ചാൽ മൂലങ്ങളും അതേപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതങ്ങനെ അതിന് പ്രത്യേകിച്ചൊന്നും കഴിവുകളില്ലാതെ അവിടെ ഇരിക്കും. പക്ഷേ ഭഗവാന്റെ ദൃഷ്ടിയും കൂടെ പതിയുമ്പോഴാണ് അത് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഭഗവാനെ മാറ്റി നിർത്താൻ ഹരേ കൃഷ്ണ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശില ബലദേവ് വിദ്യാഭൂഷൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള ഫിലോസഫി തത്വങ്ങൾ, അതായത് ഭൗതികമായിട്ടുള്ള ചില എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ കളിമണ്ണും മൺകലത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെ നമ്മളെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യൻ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സാധിച്ചുകൊള്ളുന്നില്ല. ഒന്ന് ജഡമായിട്ടുള്ളതാണ്. എന്നാൽ നമുക്കങ്ങനെയല്ല. ഇവിടെ പറയുന്നു, നമുക്കുള്ള കൺസെപ്ഷൻസ് പലതും, ഇപ്പോൾ സുഖവും സന്തോഷവും ദുഃഖവും ഒക്കെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഒരു മൺകലത്തിന് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ സാഖ്യ അല്ലെങ്കിൽ മറ്റുള്ള തത്വവാദികൾ അവർ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ മായാവാദികളും ഇതുപോലെ പല സിദ്ധാന്തങ്ങളും അവർ കൊണ്ടുവരും. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആക്ച്വലി ഈ ഒരു കമ്പാരിസൺ ഇവിടെ സാധിക്കില്ല, അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ അവർ അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് പറയും ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കും. ഓക്കെ, മുന്നോട്ട് വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വൃക്ഷങ്ങൾ ഒരു തോട്ടക്കാരന്റെ സഹായമില്ലാതെ മണ്ണിൽ നിന്ന് സ്വയം വളരുന്നത് ജഡപദാർത്ഥത്തിന്റെ പ്രവണതയാണെന്ന് ഭൗതിക ശാസ്ത്രജ്ഞർ ചിലപ്പോൾ അഭിപ്രായപ്പെടുന്നു. ജീവികളുടെ ജനനം മുതലുള്ള ഉള്ളുണർവിനെയും അവർ ഭൗതികമായി പരിഗണിക്കുന്നു. പക്ഷേ ശാരീരികമായ ഉണർവ് പോലുള്ള ഭൗതിക പ്രവണതകൾ സ്വതന്ത്രമാണെന്ന് അംഗീകരിക്കാനാവില്ല. കാരണം അവ ശരീരത്തിനുള്ളിലുള്ള സചേതനമായ ആത്മാവിന്റെ അസ്തിത്വത്തെ എടുത്തുകാട്ടുന്നവയാണ്. വാസ്തവത്തിൽ വൃക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെ ശരീരത്തിനോ വിശേഷിച്ചൊരു പ്രവണതയോ ഉള്ളുണർവോ ഇല്ല.
ശരീരത്തിനുള്ളിൽ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് അവയ്ക്ക് പ്രത്യേക പ്രവണതയും ഉള്ളുണർവും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് ഒരു കാറിന്റെയും ഡ്രൈവറുടെയും ഉദാഹരണം നൽകുന്നത് ഉചിതമായിരിക്കും. ഒരു കാറിന് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും തിരിയുവാനുള്ള പ്രവണതയുണ്ട്. പക്ഷേ ഒരു ജഡവസ്തുവായ കാർ ഡ്രൈവറുടെ നിയന്ത്രണമില്ലാതെ ഇടത് വലത് വശങ്ങളിലേക്ക് സ്വയം തിരിയുമെന്ന് പറയാൻ കഴിയില്ല. ഒരു ഭൗതിക ദ്രവ്യമായ കാറിന് അതിന്റെ ഉള്ളിലെ ഡ്രൈവറുടെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങാനല്ലാതെ സ്വതന്ത്രമായി നീങ്ങാനുള്ള പ്രവണതയോ ജഡ സഹജവാസന ബോധമോ ഇല്ല. വനത്തിലെ വൃക്ഷങ്ങളുടെ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് പിന്നിലും ഇതേ തത്വമാണ്. വൃക്ഷത്തിനുള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അത് വളരുന്നത്. യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാം, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു എസെൻസ് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ സൃഷ്ടി ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭൗതിക ലോകം സൃഷ്ടിച്ചു ഭഗവാൻ, ഇവിടെ കാണുന്നതെല്ലാം ഭഗവാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവ് പരമാത്മാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പം മനുഷ്യരുടെ കാര്യമാണെങ്കിൽ ആത്മാവ് പരമാത്മാവ് എന്ന് പറയും. ഈവൻ ആത്മാവ് പോലും, ആത്മാവ് ആക്ച്വലി സച്ചിദാനന്ദമാണ്, ജഡമല്ല. എന്നാലും ഈ ആത്മാവ് ആക്ടിവേറ്റ് ആവണമെങ്കിലും ഭഗവാൻ പരമാത്മാവിൻ്റെ ആവശ്യമുണ്ട് ഈ ഭൗതിക ലോകത്തിൽ, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിൽ ആത്മാവും നമ്മൾ പറയുന്നു ശരീരത്തിനകത്ത് ആത്മാവുണ്ട് പരമാത്മാവുണ്ടെന്ന് പറയുന്നു. ആത്മാവ് മാത്രമല്ല, കാര്യം ഇവിടെ പരമാത്മാവിൻ്റെ സഹായം കൂടെ വേണം. അതിൻ്റെ അർത്ഥം ആത്മാവ് ജഡമാണെന്നല്ല പറയുന്നത്. ആത്മാവ് ജഡമല്ല, ഭൗതിക ശരീരം ജഡമാണ്. അപ്പോൾ ഈ ശരീരം ആക്ടിവേറ്റ് ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആത്മാവുള്ളത് കൊണ്ടാണ്, അല്ലേ? ആത്മാവിനെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പരമാത്മാവ് കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ ശരീരം ആക്റ്റീവാണ്. ഇപ്പോൾ സംസാരിക്കുന്നു, കേൾക്കുന്നു, നമ്മൾ വായിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു? ബിക്കോസ് ആത്മാവ് ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. മരിക്കുന്ന സമയത്ത് ആത്മാവ് വിട്ടുപോകുന്നു. വിട്ടുപോകുന്ന സമയത്ത് ഈ ശരീരം ജഡമാവുന്നു. ശരീരം അനങ്ങില്ല പിന്നെ, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് സൃഷ്ടിയുടെ കാര്യം എടുക്കുവാണെങ്കിലും അതിൽ ഭഗവാന്റെ പ്രസൻസ് ഇല്ലാതെ ഈ ഭൗതികമായിട്ടുള്ള മൂലകങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒന്നും ഇവിടെ ഒരു സൃഷ്ടിയും നടക്കില്ല. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം ഭഗവാന്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ട്. അപ്പം അതിനുള്ള എക്സാമ്പിൾ ഇവിടെ ശ്രീല പ്രഭുപാദ് വേറൊരു ഉദാഹരണം പറയുന്നത്, പല ഭൗതിക ശാസ്ത്രജ്ഞന്മാരും പറയും ഈ മരങ്ങളൊക്കെ വെറുതെ വളരുവാണ് അതിൻ്റെ ഇഷ്ടത്തിന്. അതായത് അതിനകത്ത് ആത്മാവുണ്ട് എന്നുള്ള കൺസെപ്റ്റ് അവർക്കില്ല. അവർ പറയുന്നു ഇതെങ്ങനെയാണ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ പുറകിൽ ആത്മീയ തലത്തിലുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നു, കാറും അതേപോലെ ഡ്രൈവറും. അപ്പോൾ ഡ്രൈവർ ഇല്ലെങ്കിൽ കാറ് പോവില്ല, അല്ലേ? കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറഞ്ഞാൽ തിരിയില്ല. ഓക്കെ, ഇനി പുതിയ ടെക്നോളജി പ്രകാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം ഡ്രൈവർ ഇല്ലാത്ത കാറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ശ്രീല പ്രഭുപാദ് ഇത് എഴുതുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീല പ്രഭുപാദ് പറയുന്നു, കാറിൽ ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ആത്മാവില്ലെങ്കിൽ പിന്നെ ഒന്നിനും പ്രസക്തിയില്ല, അത് ജഡമായി മാറുന്നു. ഈവൻ മരങ്ങളിലും ചെടികളിലും ഒക്കെ ആത്മാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് വളരുന്നത്. ഇല്ലെങ്കിൽ അത് വളരില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ വായിച്ചത്. ഓക്കെ, അടുത്ത ഭാഗം. തേളുകൾ അരിക്കൊമ്പാരങ്ങളിൽ ജനിക്കുന്നതിനാൽ അരി തേളുകളെ ഉൽപ്പാദിപ്പിക്കുന്നതായി ചിലപ്പോൾ ചില വിഡ്ഢികൾ വിചാരിച്ചേക്കാം. അമ്മത്തേൾ അരിക്കൂമ്പാരത്തിൽ മുട്ടയിടുകയും അരി പഴകി പുളിക്കുന്നത് മൂലം മുട്ടകൾ വിരിയുകയും തേൾ കുഞ്ഞുങ്ങൾ യഥാസമയം പുറത്തു വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അരി തേളുകൾക്ക് ജന്മം നൽകുന്നുവെന്ന് ഇതിനർത്ഥമില്ല. ഇതുപോലെ വൃത്തിഹീനമായ കിടക്കകളിൽ ചിലപ്പോൾ മൂട്ടകൾ കാണപ്പെട്ടേക്കാം. പക്ഷെ കിടക്കകൾ മൂട്ടകൾക്ക് ജന്മം നൽകുന്നുവെന്ന് ഇതിനർത്ഥമില്ല. കിടക്കയുടെ വൃത്തിഹീനമായ അവസ്ഥ പ്രയോജനപ്പെടുത്തി പുറത്തു വരുന്നത് ജീവാത്മാവാണ്. നാനാതരത്തിലുള്ള ജീവികളുണ്ട്. ചിലത് ഭ്രൂണത്തിൽ നിന്ന് പുറത്തു വരുന്നു, ചിലത് മുട്ടകളിലൂടെയും, മറ്റു ചിലത് വിയർപ്പിൽ നിന്നും. വിവിധ തരത്തിലുള്ള ജീവികൾക്ക് വിഭിന്നമായ ആവിർഭാവ സ്രോതസ്സുകളുണ്ട്. പക്ഷേ അത്തരം ജീവികളെ സൃഷ്ടിക്കുന്നത് ജഡപദാർത്ഥമാണെന്ന് നാം നിർണ്ണയിക്കരുത്. ഇപ്പം ജഡപദാർത്ഥമാണ്
ജീവികളെ നിർമ്മിക്കുന്നത് എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ വരാൻ പറ്റില്ല. ആക്ച്വലി അങ്ങനെയല്ല. ജഡത്തിൽ നിന്ന് ഒരിക്കലും ജീവൻ ഉണ്ടാവില്ല എന്നുള്ള തത്വം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഫുൾ ഭാവാർത്ഥം, ജഡത്തിൽ നിന്ന് ജീവൻ ഉണ്ടാവില്ല. സ്പിരിറ്റിൽ നിന്ന് സ്പിരിറ്റ് ഉണ്ടാവും, സ്പിരിറ്റിൽ നിന്ന് മാറ്റർ ഉണ്ടാവും. എന്നാൽ മാറ്ററിൽ നിന്ന്, ജഡത്തിൽ നിന്ന് സ്പിരിറ്റ് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരു ശാസ്ത്രജ്ഞനും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എന്ത് ടെക്നോളജി വന്നാലും ഒരു ജീവനെ സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കില്ല. അതിൻ്റെ ബേസ് ഇല്ലാതെ. ഓക്കെ, അവർ പല അതായത് കുട്ടി ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് കുട്ടി എന്നൊക്കെ ടെസ്റ്റ് ട്യൂബ് കുഞ്ഞെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനും അവർ ഉപയോഗിക്കുന്നുണ്ട്. ജീവനുള്ള കുറച്ച് സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത്. പക്ഷെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു ജഡവസ്തുവിൽ നിന്ന് ജീവനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. കാര്യം അത് ഭഗവാനാണ് സൃഷ്ടിക്കുന്നത്. ഭഗവാനെ സാധിക്കുകയുള്ളൂ. ഭഗവാൻ ജഡമായിട്ടുള്ള വ്യക്തിയല്ല, ഭഗവാനാണ് സൃഷ്ടിക്കുന്നതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വായിക്കൂ. വായിച്ചു പോകും. ഹരേ കൃഷ്ണ. വൃക്ഷങ്ങൾ മണ്ണിൽ നിന്ന് സ്വയമേവ വളരുന്നുവെന്ന് ഭൗതികവാദികൾ ചൂണ്ടിക്കാട്ടുന്ന ഉദാഹരണത്തിലും പിന്തുടരുന്നത് ഇതേ തത്വമാണ്. ഒരു ജീവസത്ത ഒരു പ്രത്യേക അവസ്ഥ പ്രയോജനപ്പെടുത്തി ഭൂമിയിൽ നിന്ന് വരുന്നു. ബൃഹദാരണ്യ ഉപനിഷത്ത് അനുസരിച്ച് ഓരോ ജീവസത്തയും അവന്റെ മുൻകാല കർമ്മങ്ങൾക്കനുസൃതമായി ഒരു പ്രത്യേക തരത്തിലുള്ള ശരീരം സ്വീകരിക്കാൻ ദിവ്യമായൊരു മേൽനോട്ടത്താൽ നിർബന്ധിതനാകുന്നു. നാനാതരത്തിലുള്ള ശരീരങ്ങളുണ്ട്. പക്ഷേ ദിവ്യമായ ക്രമീകരണം മൂലം ജീവസത്ത വ്യത്യസ്ത രൂപങ്ങളിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നു. ഒരു വ്യക്തി ഞാനാണിത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിലെ ഞാൻ എന്നത് പരാമർശിക്കുന്നത് ശരീരത്തെയല്ല, അത് ശരീരമല്ലാത്ത മറ്റെന്തിനെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള എന്തിനെയോ ആണ് പരാമർശിക്കുന്നത്. അതിനാൽ ശരീരത്തിന് സ്വന്തം നിലയിൽ പ്രവണതകളോ ഉള്ളറിവോ ഇല്ല. പ്രവണതകളും ഉള്ളറിവും ശരീരത്തിന്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെതാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരങ്ങളുടെ പ്രവണതകൾ അവരുടെ സംയോജനത്തിന് കാരണമാകുന്നുവെന്നും കുട്ടിയുടെ ജനനത്തിന് അതാണ് കാരണമെന്നും ഭൗതിക ശാസ്ത്രജ്ഞർ ചിലപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ സാഖ്യ തത്വശാസ്ത്രം അനുസരിച്ച് പുരുഷൻ എല്ലായ്പ്പോഴും ഒന്നിനാലും ബാധിക്കപ്പെടാത്തവനായതിനാൽ ജന്മം നൽകാനുള്ള പ്രവണത വരുന്നത് എവിടെ നിന്നാണ്? ഭൗതിക ശാസ്ത്രജ്ഞർ ചിലപ്പോൾ പാൽ സ്വയം തൈരാകുന്നതിൻ്റെയും മേഘങ്ങളിൽ നിന്ന് ഭൂമിയിൽ പതിക്കുന്ന ശുദ്ധജലം വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെയും അതേ ജലം വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളുടെയും ഫലങ്ങളുടെയും ഉള്ളിൽ ചെന്ന് വ്യത്യസ്ത ഗന്ധങ്ങളും രുചികളുമായി പരിണമിക്കുന്നതിൻ്റെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് ജഡപദാർത്ഥം സ്വേച്ഛയാൽ സ്വന്തമായി വൈവിധ്യമുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതായി അവർ പറയുന്നു. ഈ വാദത്തിന് മറുപടിയായി ബൃഹദാരണ്യ ഉപനിഷത്തിലെ അതേ പ്രസ്താവന ആവർത്തിക്കുന്നു. പരമമായ ഒരു ശക്തിയുടെ ക്രമീകരണത്താൽ വിവിധ തരത്തിലുള്ള ജീവജാലങ്ങൾ വിവിധ ശരീരങ്ങളിൽ നിവേശിക്കപ്പെടുന്നു. ഉത്കൃഷ്ടമായ മേൽനോട്ടത്തിന് കീഴിൽ വിവിധ ആത്മാക്കൾക്ക് അവരുടെ കഴിഞ്ഞകാല പ്രവൃത്തികൾക്കനുസരിച്ച് ഒരു വൃക്ഷത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ അതല്ലെങ്കിൽ മൃഗീയ സ്വഭാവമുള്ള മനുഷ്യൻ്റെയോ പോലുള്ള ഒരു പ്രത്യേക ശരീരം സ്വീകരിക്കാനുള്ള അവസരം ലഭിക്കുകയും ഈ പരിതസ്ഥിതികളിൽ അവരുടെ വ്യത്യസ്ത പ്രവണതകൾ വികസിക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീത 13:22 കൂടുതൽ ഉറപ്പിച്ച് പറയുന്നു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസത് യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് ഗുണത്രയങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അപ്രകാരം ഹിതകരവും അഹിതവുമായ നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. ആത്മാക്കൾക്ക് വ്യത്യസ്ത ശരീരങ്ങൾ നൽകപ്പെടുന്നു. ഉദാഹരണമായി ചില ആത്മാക്കൾക്ക് നാനാവിധ വൃക്ഷശരീരങ്ങൾ നൽകപ്പെട്ടില്ലെങ്കിൽ നാനാവിധത്തിലുള്ള പുഷ്പങ്ങളും ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ഓരോ വർഗത്തിലുമുള്ള വൃക്ഷം പ്രത്യേകതരം പുഷ്പങ്ങളും ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. വിവിധ വർഗങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലെന്നല്ല ഇതിനർത്ഥം. ഒരു പ്രത്യേക വൃക്ഷത്തിന് വിവിധ വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളോ വ്യത്യസ്ത രുചികളുള്ള ഫലങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. വെവ്വേറെ വർഗങ്ങളുണ്ട്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇതര ജീവിവർഗങ്ങൾക്കുമിടയിൽ കാണപ്പെടുന്നത് പോലെ എണ്ണമറ്റ ജീവസത്തകളുണ്ട്. പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് ഭൗതിക ലോകത്തിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് വിവിധ രീതികളിലുള്ള ജീവിതത്തിന് അവസരം നൽകുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ക്ലിയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത തത്വം ശില പ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇവിടെ. അപ്പോൾ
വെറുതെ വെറുതെ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് ജീവൻ വരില്ല. അപ്പോൾ ഇവിടെ ആത്മാവിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ മരങ്ങൾ, ചെടികൾ, അതെല്ലാം ഓരോരുത്തരുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യം. പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ. ഇത് നമ്മുടെ ഭഗവത്ഗീതയിൽ വരുന്ന ശ്ലോകമാണ്. അപ്പോൾ ഭൗതിക ത്രിഗുണങ്ങളനുസരിച്ച് നമ്മുടെ പാസ്റ്റ് കർമ്മ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ശരീരം കിട്ടുന്നു. അപ്പോൾ ഓരോ ശരീരത്തിന് ഓരോ ഫങ്ഷൻസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ അതിൻ്റെ പുറകിൽ ഒരു ജീവനുണ്ട്. ജീവൻ എന്ന് പറയുന്നത് ആത്മാവാണ്. അതിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ ജഡത്തിൽ നിന്ന് ഒരിക്കലും ജീവൻ ഉണ്ടാവില്ല. അടുത്ത ഭാഗം വായിക്കൂ. ഹരേ കൃഷ്ണ. അതിനാൽ പ്രധാന അഥവാ മൂലദ്രവ്യത്തിന് ഏതെങ്കിലും ഒരു ജീവനാൽ പ്രേരിപ്പിക്കപ്പെടാതെ പ്രവർത്തിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ജഡപദാർത്ഥം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുവെന്ന ഭൗതികവാദ സിദ്ധാന്തം അംഗീകരിക്കാനാവില്ല. ജഡപദാർത്ഥത്തെ സ്ത്രീശക്തിയെ പ്രതിപാദിക്കുന്ന പ്രകൃതിയായി കൽപ്പിച്ചിരിക്കുന്നു. സ്ത്രീ പ്രകൃതിയാണ്. ഒരു സ്ത്രീക്ക് പുരുഷന്റെ സഹവാസമില്ലാതെ സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനാവില്ല. പുരുഷൻ സന്താനത്തിന്റെ ജനനത്തിന് കാരണമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പുരുഷൻ അവന്റെ രേതസ്സിൽ ആശ്രയം തേടിയിട്ടുള്ള ആത്മാവിനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അപ്പോൾ ഉപദാന കാരണമെന്ന നിലയിൽ സ്ത്രീ ആത്മാവിന് ശരീരം നൽകുന്നു. കൂടാതെ നിമിത്ത കാരണമെന്ന നിലയിൽ സന്താനത്തിന് ജന്മം നൽകുന്നു. ഇവിടെ നിമിത്തവും ഉപദാനവും സ്ത്രീ തന്നെയെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ പുരുഷനാണ് സന്താനത്തിന്റെ കാരണം. അതുപോലെ ഈ ഭൗതിക ലോകവും ബ്രഹ്മാണ്ടത്തിനുള്ളിലേക്കുള്ള ഗർഭോദയശായി വിഷ്ണുവിന്റെ പ്രവേശനം മൂലം വിവിധ തരത്തിലുള്ള സൃഷ്ടികൾ നൽകുന്നു. ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, അവിടുന്ന് എല്ലാ ജീവികളുടെയും ഉള്ളിലും അതുപോലെ തന്നെ പരമാണുവിന്റെ ഉള്ളിലും സന്നിഹിതനാണ്. പരമാത്മാവ് ബ്രഹ്മാണ്ടത്തിന് ഉള്ളിലും പരമാണുവിനുള്ളിലും എല്ലാ സത്തകൾക്കുമുള്ളിലും സ്ഥിതി ചെയ്യുന്നുവെന്ന് നാം ബ്രഹ്മസംഹിതയിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ മുഴുവൻ ഭൗതിക സൃഷ്ടിയുടെയും കാരണം ജഡപദാർത്ഥമാണെന്ന സിദ്ധാന്തം ജഡത്തെയും ചൈതന്യത്തെയും കുറിച്ച് പര്യാപ്തമായ ജ്ഞാനമുള്ള ഒരു മനുഷ്യനും സ്വീകരിക്കാൻ കഴിയില്ല. ഒരു പശുവിനാൽ ഭക്ഷിക്കപ്പെടുന്ന വൈക്കോൽ സ്വാഭാവികമായി പാൽ ആകുന്നതുപോലെ ഭൗതിക പ്രകൃതി വ്യത്യസ്ത പരിതസ്ഥിതികളിൽ വിവിധ ആവിഷ്കരണങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ഭൗതികവാദികൾ ചിലപ്പോൾ വാദിക്കുന്നു. അപ്രകാരം യഥാർത്ഥത്തിൽ ജഡപദാർത്ഥമാണ് കാരണം. എന്നാൽ പശുവിനെ പോലെ തന്നെ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു മൃഗവും കാള വൈക്കോൽ തിന്നുമെങ്കിലും അത് പാൽ നൽകുന്നില്ലെന്ന് ഈ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെയിരിക്കെ ഒരു പ്രത്യേക വർഗവുമായി ബന്ധപ്പെടുമ്പോൾ വൈക്കോൽ പാൽ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. പരമോന്നതമായ ഒരു ഭരണനിർവഹണം ഉണ്ടെന്നതാണ് ഇതിനാലുള്ള നിർണയം. ഭഗവത്ഗീത 9:10 സ്ഥിരീകരിക്കുന്നത് പോലെ ഭഗവാൻ പറയുന്നു, മായാദ്യേഷേണ പ്രകൃതി സൂയതേ സചരാചരം. അപ്രകാരം ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശത്തിന് കീഴിലാണ് പ്രവർത്തിക്കുകയും അല്ലയോ കുന്തി പുത്ര സർവചരാചരങ്ങളെയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. മായാദ്യേഷേണ എന്റെ മേൽനോട്ടത്തിന് കീഴിൽ എന്ന് ഭഗവാൻ സ്ഥിരീകരിക്കുന്നു. വൈക്കോൽ തിന്നുന്നതിലൂടെ പശു പാൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ പാൽ ഉണ്ടാകുന്നു. അവിടുന്ന് അങ്ങനെ ആഗ്രഹിക്കാത്ത പക്ഷം വൈക്കോലിന് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കേവലം വൈക്കോൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നായിരുന്നു ഭൗതിക പ്രകൃതിയുടെ രീതിയെങ്കിൽ വെറുമൊരു വൈക്കോൽ ശേഖരത്തിന് പോലും പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് അസാധ്യമാണ്. അതേ വൈക്കോൽ ഒരു മനുഷ്യ സ്ത്രീക്ക് നൽകിയാലും അതിന് പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. പരമമായ ആജ്ഞകളുടെ കീഴിൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന ഭഗവത്ഗീതയുടെ പ്രസ്താവനയുടെ പൊരുൾ അതാണ്. ജഡപദാർത്ഥത്തിന് സ്വതന്ത്രമായി ഒന്നും ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഉള്ളറിവ് സിദ്ധിക്കാത്ത ജഡപദാർത്ഥത്തിന് ഭൗതിക സൃഷ്ടിയുടെ കാരണമാകാൻ കഴിയില്ലെന്ന് നിർണയം. ആത്യന്തികമായ സൃഷ്ടാവ് ഭഗവാനാണ്. ഹരേ കൃഷ്ണ. കണ്ടിന്യൂ ചെയ്തോളൂ, അത് തീർത്തോളൂ, വായിച്ചോളൂ, മുന്നോട്ട് പോകോളൂ. ജഡപദാർത്ഥം സൃഷ്ടിയുടെ മൂലകാരണമായി അംഗീകരിക്കപ്പെടുന്ന പക്ഷം ലോകത്തിലെ മുഴുവൻ ആധികാരിക വേദശാസ്ത്രങ്ങളും ഉപയോഗശൂന്യമായി ഭവിക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ ശാസ്ത്രങ്ങളിലും, പ്രത്യേകിച്ച് മനുസ്മൃതി പോലുള്ള വൈദിക ശാസ്ത്രങ്ങളിൽ ആത്യന്തിക സൃഷ്ടാവ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. മനുസ്മൃതി മനുഷ്യവർഗത്തിനുള്ള അത്യുന്നത മാർഗനിർദ്ദേശമായി പരിഗണിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ നിയമദാതാവ് മനുവാണ്. സൃഷ്ടിക്കു മുമ്പ് മുഴുവൻ പ്രപഞ്ച അന്തരീക്ഷവും അന്ധകാര നിബിഡവും വിവരവും വൈവിധ്യവുമില്ലാത്ത ഒരു സ്തംഭന അവസ്ഥയിലും ആയിരുന്നെന്ന് മനുസ്മൃതിയിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്.
എല്ലാം അന്ധകാരം പൂർണ്ണമായിരുന്നു. പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ അപ്പോൾ പ്രപഞ്ച അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയും അവിടുന്ന് സ്വയം അദൃശ്യനെങ്കിലും ദൃശ്യമായ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൗതിക ലോകത്തിന്റെ ഭഗവാന്റെ വ്യക്തിപരമായ സാന്നിധ്യം എപ്പോഴുമില്ല. പക്ഷെ നാനാ വൈവിധ്യങ്ങളിലുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ സാന്നിധ്യം തന്നെ അവിടുത്തെ നിയന്ത്രണത്തിലാണ് സർവ്വതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിന് തെളിവാണ്. എല്ലാ സൃഷ്ടിശക്തികളുമായി പ്രപഞ്ചത്തിൽ പ്രവേശിച്ച അവിടുന്ന് അനന്തമായ അന്തരീക്ഷത്തിന്റെ അന്ധകാരം നീക്കി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ രൂപം അതീന്ദ്രിയവും അതിസൂക്ഷ്മവും ശാശ്വതവും സർവ്വവ്യാപകവും അചിന്ത്യവും അതിനാൽ ബദ്ധാത്മാക്കളുടെ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷീഭവിക്കാത്തതുമാണെന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അനേകം ജീവസത്തകളായി സ്വയം വിസ്തരിക്കാൻ ഇച്ഛിക്കുകയും ആ ഇച്ഛയോടെ ആദ്യം പ്രപഞ്ച അന്തരീക്ഷത്തിൽ ജലത്തിന്റെ അതിവിശാലത സൃഷ്ടിക്കുകയും പിന്നീട് ആ ജലത്തെ ജീവസത്തകളാൽ ഗർഭവതിയാക്കുകയും ചെയ്തു. ആ ഗർഭധാരണ പ്രക്രിയയാൽ 1000 സൂര്യന്മാരെ പോലെ ജ്വലിക്കുന്ന ബൃഹത്തായ ഒരു ശരീരം പ്രത്യക്ഷപ്പെട്ടു. ആ ശരീരത്തിലായിരുന്നു ആദ്യത്തെ സൃഷ്ടിതത്വമായ ബ്രഹ്മാവ്. വിഷ്ണു പുരാണത്തിൽ പരാശര മഹർഷി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യമാകുന്ന ഈ ഭൗതിക സൃഷ്ടി വിഷ്ണു ഭഗവാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണെന്നും ഭഗവാന്റെ സംരക്ഷണത്തിൽ നിലനിൽക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. വിശ്വരൂപത്തിന്റെ മുഖ്യ സംരക്ഷകനും വിനാശകനും വിഷ്ണുവാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിവിധ ശക്തി വിശേഷങ്ങളിലൊന്നാണ് ഈ ഭൗതിക സൃഷ്ടി. ഒരു ചിലന്തി സ്വന്തം ഉമിനീർ സ്രവിപ്പിച്ച് നൂലുണ്ടാക്കി വല നെയ്യുകയും ഒടുവിൽ സ്വന്തം ശരീരത്തിനുള്ളിലേക്ക് തന്നെ ആ വല ഉൾവലിക്കുകയും ചെയ്യുന്നത് പോലെ വിഷ്ണു ഭഗവാൻ അവിടുത്തെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്ന് ഭൗതിക പ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കുകയും അവസാനം തന്നെ ഉള്ളിലേക്ക് അതിനെ പിൻവലിക്കുകയും ചെയ്യുന്നു. വൈദിക ജ്ഞാനികളായ എല്ലാ മഹാമുനിമാരും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആദ്യ സ്രഷ്ടാവായി അംഗീകരിക്കുന്നു. മഹാന്മാരായ ദാർശനികരുടെ നിരാകാര ഊഹോപോഹങ്ങൾ ധാർമ്മികമായ ആചാരാനുഷ്ഠാനങ്ങൾ കൂടാതെയുള്ള ജ്ഞാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്ന് ചിലർ അവകാശപ്പെടാറുണ്ട്. പക്ഷേ ധർമാചാര തത്വങ്ങൾ വാസ്തവത്തിൽ ആധ്യാത്മിക ജ്ഞാനോന്നതിയിൽ ലക്ഷ്യം വെച്ചുള്ളതാണ്. ധർമാചാരങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ ഒരുവൻ അന്തിമമായി വസുദേവനാണ് എല്ലാറ്റിന്റെയും കാരണമെന്ന് മനസ്സിലാക്കി ജ്ഞാനത്തിന്റെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. ധർമാചാര പ്രക്രിയകളൊന്നുമില്ലാതെ ജ്ഞാനത്തിന്റെ മാത്രം വക്താക്കളായവർ പോലും ഊഹോപോഹത്തിന്റെ അനേകം ജീവിതങ്ങൾക്കു ശേഷം ജ്ഞാനത്തിന്റെ പുരോഗതി നേടി പരമമായ കാരണം വസുദേവനാണെന്ന് നിഗമനത്തിൽ എത്തിച്ചേരുമെന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ ഈ ലക്ഷ്യപ്രാപ്തിയുടെ ഫലമായി അത്തരമൊരു പണ്ഡിതൻ അഥവാ ദാർശനികൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആത്മസമർപ്പണം ചെയ്യുന്നു. വാസ്തവത്തിൽ ധർമാചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് മലിനപ്പെട്ട മനസ്സിനെ സംശുദ്ധമാക്കുവാനാണ്. ഭഗവാന്റെ ദിവ്യനാമങ്ങളായ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന കീർത്തന പ്രക്രിയയിലൂടെ മലിനപ്പെട്ട മനസ്സിനെ അനായാസം ശുദ്ധീകരിക്കാൻ കഴിയുമെന്നതാണ് ഈ കലിയുഗത്തിന്റെ പ്രത്യേക സവിശേഷത. വേദാനുശാസനം പ്രസ്താവിക്കുന്നു, സർവേ വേദ യത് പദം ആമനന്തി. കട ഉപനിഷത്ത് 1:2-15. എല്ലാ വൈദിക ജ്ഞാനവും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അന്വേഷിക്കുന്നു. അതുപോലെ മറ്റൊരു വേദാനുശാസനം പറയുന്നു, നാരായണ പര വേദ. വേദങ്ങൾ നാരായണനെ അറിയാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ ഭഗവത്ഗീതയും സ്ഥിരീകരിക്കുന്നു, വേദയിച്ച സർവേർ അഹം ഏവ വേദ്യ. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് കൃഷ്ണനെയാണ്. അതുകൊണ്ട് വേദങ്ങൾ അറിയുന്നതും വൈദിക യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതും വേദാന്ത സൂത്രത്തിന്മേൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്നതും എല്ലാം കൃഷ്ണനെ അറിയാനാണ്. ശൂന്യവാദത്തിന്റെ കാഴ്ചപ്പാട് അഥവാ ഭഗവാന് അസ്തിത്വമില്ലെന്ന വാദം എല്ലാ വേദപഠനങ്ങൾക്കും പ്രതികൂലമാകും. വേദങ്ങളുടെ നിഗമനം തെറ്റാണെന്ന് തെളിയിക്കുകയാണ് നിരാകാര ഊഹോപോഹങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഏത് അവ്യക്തിഗത ഊഹോപോഹ അവതരണവും വേദങ്ങളുടെ തത്വങ്ങൾക്ക് അഥവാ മാതൃകാ വേദശാസ്ത്രങ്ങൾക്ക് വിപരീതമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. അവ്യക്തഗതവാദികളുടെ അനുമാനങ്ങൾ വേദങ്ങളുടെ തത്വങ്ങൾ പരിപാലിക്കാത്തതിനാൽ അവ വൈദിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കരുതപ്പെടണം. വൈദിക തത്വങ്ങളുടെ പിന്തുണയില്ലാത്ത എന്തും സാങ്കല്പികവും ആധികാരിക തെളിവില്ലാത്തതുമാണെന്ന് കണക്കാക്കണം. അതുകൊണ്ട് ഏത് വൈദിക സാഹിത്യത്തിന്റെയും അവ്യക്തിഗത വിശദീകരണം അംഗീകരിക്കപ്പെടരുത്. ഒരു ആധികാരിക ശാസ്ത്രത്തെ സ്വീകരിക്കുന്നതിലൂടെ ഒരുവൻ വേദങ്ങളുടെ നിർണയങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന പക്ഷം അവന് പരമസത്യത്തിന്റെ ശരിയായ നിർണയത്തിലേക്ക് വരിക വളരെ ദുഷ്കരമായിരിക്കും. 2. വിരുദ്ധ ശാസ്ത്രങ്ങളെ ക്രമീകരിച്ച് ശരിയാക്കുന്നതിനുള്ള മാർഗം വേദങ്ങളുടെ പരിശോധനയാണ്. കാരണം വേദങ്ങളിലെ പരാമർശങ്ങൾ അന്തിമ വിധികളായി അംഗീകരിക്കപ്പെടുന്നു. നാം ഒരു പ്രത്യേക ശാസ്ത്രത്തെ പ്രതിപാദിക്കുമ്പോൾ നിർബന്ധമായും അത് ആധികാരികത ഉള്ളതായിരിക്കണം. ഈ ആധികാരികതയ്ക്ക് അത്
വൈദികാനുശാസനങ്ങളെ കർശനമായി പിന്തുടരുന്നതായിരിക്കണം. ഒരുവൻ സ്വയം ഉൽപ്പാദിപ്പിച്ച ഒരു ബദൽ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന പക്ഷം ആ സിദ്ധാന്തം നിഷ്പ്രയോജനമെന്ന് തെളിയിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ വൈദികമായ പ്രമാണം നിരർത്ഥകമാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഏത് സിദ്ധാന്തവും അതിനാൽ തന്നെ സ്വയം നിരർത്ഥകമാണെന്ന് വളരെ പെട്ടെന്ന് തെളിയിക്കപ്പെടും. വേദങ്ങളുടെ അനുയായികൾ ഗുരുശിഷ്യ പരമ്പരയിൽ മനുവിന്റെയും പരാശരന്റെയും പ്രാമാണികത ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. അവരുടെ പ്രസ്താവനകൾ നിരീശ്വരവാദിയായ കപിലനെ പിന്തുണയ്ക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് കർദമന്റെയും ദേവഹൂതിയുടെയും പുത്രനായ മറ്റൊരു കപിലനെയാണ്. നാസ്തികനായ കപിലൻ അഗ്നിയുടെ വംശത്തിലെ ഒരു പിൻഗാമിയും ബദ്ധാത്മാവുമാണ്. പക്ഷേ കർദമമുനിയുടെ പുത്രനായ കപിലൻ വസുദേവന്റെ അവതാരമായി അംഗീകരിക്കപ്പെടുന്നു. ഭഗവാൻ വാസുദേവൻ കപില അവതാരമായി ജന്മമെടുക്കുന്നുവെന്നും ആസ്തിക സാങ്ക്യ തത്വശാസ്ത്രത്തെ വിസ്തരിക്കുന്നുവെന്നും എല്ലാ ദേവന്മാരെയും ആസുരി എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണനെയും അത് പഠിപ്പിക്കുന്നുവെന്നും പത്മപുരാണം തെളിവ് നൽകുന്നു. എന്നാൽ നാസ്തിക കപിലന്റെ സിദ്ധാന്തത്തിൽ വേദതത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായ ധാരാളം പ്രസ്താവനകളുണ്ട്. നാസ്തിക കപിലൻ ഭഗവാനെ അംഗീകരിക്കുന്നില്ല. ജീവസത്ത സ്വയം ഭഗവാനാണെന്നും അവനേക്കാൾ വലിയവനായി ആരുമില്ലെന്നും അയാൾ പറയുന്നു. ബദ്ധവും മുക്തവുമായ ജീവിതത്തെക്കുറിച്ചുള്ള അയാളുടെ സങ്കല്പങ്ങൾ ഭൗതികമാണ്. അനശ്വരമായ കാലത്തിന്റെ പ്രാധാന്യം അയാൾ അംഗീകരിക്കുന്നുമില്ല. ഇത്തരം പ്രസ്താവനകളെല്ലാം വേദാന്ത സൂത്രത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. വലിയ ഭാവാർത്ഥമാണ്. പക്ഷേ ഇതിലെ ഓൾറെഡി എസെൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഭൗതികവാദികൾ പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും പുറകിൽ അല്ലെങ്കിൽ അവർ പറയുന്നു ജഡത്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിയും നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എല്ലാത്തിൻ്റെയും പുറകിൽ ഭഗവാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആത്മാവ്, പരമാത്മാവിലുള്ള ഭഗവാൻ എല്ലാ ചരാചരങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഭഗവാന്റെ പ്രസൻസ് ഇല്ലാതെ ഒന്നിനും അസ്തിത്വമില്ല. ഈവൻ ജഡമായിട്ടുള്ളൊരു സ്ഥാനം, ഒരു സാധനം പോലും അതിലും ഉണ്ട്. കാര്യം ഓരോ കണത്തിൽ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡമായിട്ടുള്ള വസ്തുവിലും ഭഗവാനുണ്ട് അല്ലേ. ജീവനില്ല എന്ന് മാത്രം, ജീവാത്മാവില്ല, പക്ഷേ പരമാത്മാവുണ്ട്. പരമാത്മാവ് എല്ലായിടത്തും ഉണ്ട്. പരമാത്മാവില്ലാതെ ഒന്നിനും അസ്തിത്വമില്ല, ഒന്നിനും നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് കപിലരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ കർദമമുനിയുടെയും ദേവഹൂതി മാതയുടെയും മകൻ കപിലൻ, അദ്ദേഹം ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹമാണ് ഈ സാഖ്യ ഫിലോസഫി, ഒറിജിനൽ സാഖ്യ ഫിലോസഫി കൊണ്ടുവന്നിട്ടുള്ളത്. ആ സാഖ്യ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 24 മൂലകങ്ങളെക്കുറിച്ചും ഈ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നത്. ആക്ച്വലി 3-ാമത്തെ സ്കന്ധം ഭാഗവതത്തിൽ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനുണ്ട്. അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാം. ബിക്കോസ് അത് ഭഗവാൻ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കപിലമുനി പറയുന്നത്. എന്നാൽ വേറൊരു കപിലനുണ്ട്. ആ കപിലൻ ഇവിടെ പറയുന്നു, ശിലപ്രഭാജി, അദ്ദേഹം നാസ്തികനായിട്ടുള്ള കപിലനാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹമാണ് ജഡത്തിൽ നിന്നാണ് എല്ലാം വരുന്നതെന്ന് പറയുന്നതും, അതേപോലെ തന്നെ നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്ന്, ദൈവം എന്ന് പറഞ്ഞു, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും തമ്മിൽ വ്യത്യാസമില്ല, നമ്മൾ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. സോ അത് നിരീശ്വരവാദം, മായവാദം എല്ലാം കൂടെ കലർന്നിട്ടുള്ളതാണ്. സോ അത് നമുക്ക് ഇവിടെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ശിലപ്രഭാജി ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാത്തിൻ്റെയും പുറകിൽ ഭഗവാനുണ്ട് എന്നുള്ളത്. മതഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോത്തം സൂത്രേ മണിഗണൈവ. ശ്രീമദ് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് എല്ലാത്തിൻ്റെ അസ്തിത്വം ഞാനാണെന്നുള്ളത് ഭഗവാൻ പറയുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി വേറെ ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. എല്ലാത്തിൻ്റെ അസ്തിത്വം ഭഗവാനാണ്. ഓക്കെ, ബാക്കി ഉള്ള ശ്ലോകം അടുത്ത 16 മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇത്രയും വലിയ ഭാവാർത്ഥമായതുകൊണ്ട് സമയമെടുത്തു. ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ കൂടുതലുണ്ടായിരുന്നില്ല, വായിക്കാനായിരുന്നു കൂടുതൽ. അപ്പോൾ ശീലപ്രഭാജി എന്തിന് ഇത്ര വലിയ ഭാവാർത്ഥം തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി ഒരു കൺഫ്യൂഷനും നമുക്ക് വേണ്ട. പല പല നാസ്തികരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും പല പല പ്രസ്താവനകളും പല പല തത്വങ്ങളായിട്ട് വരും. അപ്പോൾ അതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. എന്നാൽ വേദങ്ങളിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളാണ് അവരുടെ. വേദങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല.
പക്ഷെ നമ്മുടെ തത്വങ്ങളെല്ലാം വേദത്തിൽ പറയുന്നതാണ്, വേദങ്ങളിൽ പറയുന്നതാണ് അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ നമ്മളെ ഫിക്സ് ആക്കുകയാണ് ശിലപ്രഭുജി, ഒന്നും കൂടെ നമ്മുടെ വിശ്വാസത്തെ കൂട്ടുകയാണ്. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം കൂടുതൽ ആവാൻ വേണ്ടി ഈ എക്സ്പ്ലനേഷനൊക്കെ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം എടുക്കേണ്ടത്. ഓക്കെ, കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് വെച്ചാൽ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് മായാവാദവും അല്ലെങ്കിൽ ഇതേപോലെ നാസ്തികവാദങ്ങളും ഒരുപാടുണ്ട്. നമുക്കറിയില്ല എന്ന് മാത്രം. നമ്മളൊരു പക്ഷേ ഇതിനകത്തേക്ക് വന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അതുകൊണ്ട് ചുറ്റും നടക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അതിനപ്പുറത്തേക്കാണ് അങ്ങനെയുള്ള വാദങ്ങളും. മാത്രമല്ല അത് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും. അത് നമ്മളെങ്ങനെയോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടു, അതുകൊണ്ട് പുറമേ നടക്കുന്നത് കൂടുതൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല എന്ന് മാത്രം. പക്ഷേ വളരെ അപകടപരമായിട്ടുള്ള തത്വങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മായാവാദികളുണ്ട്, മായാവാദ തത്വം പറയുന്ന ആൾക്കാരുണ്ട്. സോ എനിവേ, അപ്പോൾ അതൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി വരുത്തുവാണ് ശിലപ്രഭുജി. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം കൊടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ 2 ക്ലാസ്സിലായിട്ടാണ് ഈ ഭാവാർത്ഥം തന്നെ വായിക്കുന്നത്. 1 മണിക്കൂറിൻ്റെ ക്ലാസ് ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുത്തു ഇതെല്ലാം വായിക്കാൻ മാത്രം. 1 മണിക്കൂറിന് മേലെ എടുത്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. സോ അപ്പോൾ എഴുതാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് സമയം എടുക്കും അല്ലേ? അപ്പോൾ ഇതെല്ലാം അദ്ദേഹം വെറുതെ തന്നിട്ടുള്ളതല്ല, നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. സോ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. श्रील प्रभुपाद की जय, शचिनंदन श्री गौर हरि की जय, श्रील कृष्णदास कविराज गोस्वामी की जय, श्री चैतन्य चरितामृत की जय, श्रील गुरुदेव की जय, पिताय गौर प्रेमानंदे, जय जय श्री राधे श्याम, श्री वृंदावन धाम की जय. हरे कृष्णा प्रभु जी, हरे कृष्णा. हरे कृष्ण. Thank you very much, Hare Krishna Prabhu. Hare Bol. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്, പെട്ടെന്ന് ചോദിക്കൂ, എനിക്ക് അടുത്ത് വേറെ ക്ലാസ് ഉണ്ട്. മറ്റേ പ്രഭു പറഞ്ഞില്ലേ, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഉള്ളിലും ഒരു ആത്മാവ്, ജീവാത്മാവ് ഉണ്ട്,